And where is your badge? Where is your uniform? Can you just come like this? Sir, you are not answering my question. I am a lawmaker. I am a parliament member. I am a lawmaker. I am a parliament member. ആ ഒരു വാക്കിൽ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന MP-യുടെ ആ ഒരു വാക്കിൽ അടിപതറിപ്പോയ ഷായിയുടെ പോലീസ് അല്ലെ കാവിധാരികളായിട്ടുള്ള പോലീസിനെ നിങ്ങൾ കാണുന്നത്. ഇതെവിടെ നടന്ന സംഭവമാണെന്ന് ഓൾറെഡി ഞാൻ നിങ്ങളെ ഈ വീഡിയോ കാണിച്ചതാണ് കഴിഞ്ഞ ദിവസം. ഡൽഹിയിൽ AKG സെൻറ്ററിലേക്ക് ഐഷി ഘോഷ് എന്ന് പറയുന്ന SFIയുടെ ഒരു സെക്രട്ടറി ആയിരുന്ന ഒരു SFIയുടെ ഒരു വിദ്യാർത്ഥി നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാവിപ്പട പോലീസ് ഓടിയെത്തിയതാണ്. എന്നാൽ ഓടിയെത്തിയപ്പോൾ പെട്ടെന്ന് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യണമെന്ന് മോദിവാദികളും ഷായും എല്ലാം പറഞ്ഞപ്പോൾ ആ യൂണിഫോം എടുത്തിടാൻ അങ്ങ് മറന്നുപോയി. ആ ഓടി വരുന്ന തിടുക്കത്തിൽ യൂണിഫോം ഇടാൻ മറന്നു പോയത് കൊണ്ട് തന്നെയും ബാഡ്ജ് ഇടാനും അതിനോടൊപ്പം തന്നെ മറന്നു പോവുകയും ആ ബാഡ്ജ് ഇടാനും യൂണിഫോം ഇടാനും മറന്നുപോയ ആൾ ഓടി എത്തിയത് ഇരിക്കാൻ പറഞ്ഞാൽ മുട്ടിലെഴയുന്ന ആളുകളുള്ള ഇടത്തേക്കായിരുന്നില്ല. ഇരിക്കാൻ പറഞ്ഞാൽ അവൻ്റെ തലയിൽ കയറി ചവിട്ടി നിന്നുകൊണ്ട് നീ ആരാടാ എൻ്റെ അടുത്ത് ഇരിക്കാൻ പറയാൻ എന്ന് ചോദിക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ആളുകളുടെ അടുത്തേക്കായിരുന്നു. അതായത് നട്ടെല്ലാരുടെയും മുന്നിൽ പണയം വെക്കാത്ത, മോദിവാദികളുടെ ഷൂ നക്കാത്ത, ആണത്തം എന്താണെന്ന് അറിയാവുന്ന ആണത്തമാരുടെ മുന്നിൽ പണയം വെക്കാത്ത ധീരന്മാരായിട്ടുള്ള കുറച്ചധികം ആളുകളുടെ മുൻപിൽ അങ്ങനെ എത്തിയപ്പോൾ ജോൺ ബ്രിട്ടാസ് അവരെ നേരിട്ടൊരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അദ്ദേഹം അവിടെ ചോദിച്ചത്, എവിടെയാണ് നിങ്ങളുടെ യൂണിഫോം, എവിടെയാണ് നിങ്ങളുടെ നെയിം പ്ലേറ്റ്? ഇത് രണ്ടുമില്ലാതെയാണോ ഐഷി ഘോഷ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി നേതാവിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഓടി വരുന്നത്? എന്താണ് അറസ്റ്റിനുള്ള മാനദണ്ഡം എന്നവിടെ അദ്ദേഹം എടുത്ത് ചോദിക്കുന്നില്ലെങ്കിൽ തന്നെയും പോലീസുകാർ ഉടനെ പറയുകയാണ്, ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യുന്നത് ജന്തർ മന്ദറിൽ നടന്നൊരു പ്രശ്നത്തിൻ്റെ പേരിലല്ല, 2020 JNUവിൽ ഉണ്ടായ ഒരു പ്രശ്നത്തിൻ്റെ പേരിലാണ്. എന്താണ് JNUവിൽ 2020 ഉണ്ടായ പ്രശ്നം? വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള SFIയിലെ ഒരു നേതാവായിരുന്ന ഈ ഐഷി ഘോഷ് എന്ന് പറയുന്ന പെൺകുട്ടി അല്ലെങ്കിൽ പെൺപുലി JNUവിലെ സെർവർ റൂം അടിച്ചു തകർത്തു, അവിടുത്തെ കമ്പ്യൂട്ടറും മറ്റ് ഉപകരണ സാധനങ്ങളും സാമഗ്രികളും എല്ലാം തകർത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് 2020 ഐഷി ഘോഷിനെതിരെ ഒരു കേസുള്ളത്. എന്നാൽ ആ കേസ് നാളിതുവരെ കോടതി വിളിക്കുകയോ ആ കേസിന് ആസ്പദമായിട്ടുള്ള കാരണങ്ങളോ കാര്യങ്ങളോ കോടതിയുടെ മുൻപാകെ സമർപ്പിക്കാനായിട്ട് ഡൽഹി പോലീസിനോ പോലീസിൻ്റെ കൂട്ടത്തിലുള്ള അടിമകൾക്കോ സാധിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ 6 വർഷങ്ങൾ കഴിഞ്ഞ് ജന്തർ മന്ദിറിൽ ഒരു പ്രൊട്ടസ്റ്റ് നടത്തുമ്പോൾ അവിടെ വന്നിരുന്ന ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ കഴിവില്ലാത്ത പോലീസ് പെട്ടെന്ന് AKG സെൻറ്ററിലേക്ക് ഓടിയെത്തിയിരിക്കുകയാണ്, അങ്ങ് കൊണ്ടുപോയേക്കാന്ന് വിചാരിച്ചുകൊണ്ട്. പക്ഷേ അവർക്ക് തെറ്റുപറ്റി. അത് കേരളത്തിലാണ് വന്നതെങ്കിൽ ഒരു പക്ഷെ നടന്നേനെ. കാരണം കേരളം ഇന്ന് ഭരിക്കുന്നത് ഇവരുടെ അമിത്ഷായുടെയും അതേപോലെ തന്നെ നരേന്ദ്രമോദിയുടെയൊക്കെ ഷൂ നക്കുന്ന നമ്മുടെ VD സവർക്കർ ആണല്ലോ. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ കേരളത്തിൽ വന്നാൽ നടക്കും. പക്ഷേ അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഓപ്പോസിറ്റ് ലീഡേഴ്സ് എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നയിക്കുന്ന ഒരു പാർട്ടി ആയതുകൊണ്ട് തന്നെയും അവരുടെ രോമത്തിൽ തൊടാൻ സാധിക്കത്തില്ല എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെയും കേരളത്തിലേക്കാണ് വന്നതെങ്കിൽ ഇവന്മാർ 2 കാലിൽ ഇറങ്ങിപ്പോവില്ല. വേണമെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം. അതിനുള്ള പ്രൊട്ടക്ഷൻ നമ്മുടെ ആഭ്യന്തരമന്ത്രിയും നമ്മുടെ ഇന്നത്തെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ ഒരുക്കി കൊടുക്കുമെന്ന് സാരം. അപ്പോൾ ഇതിൽ ഈ ബ്രിട്ടാസ് പറയുന്ന ബാക്കി കേട്ടിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളെ കാണിച്ചു തരാം. കണ്ടില്ലേ, വിജയിപ്പിച്ചു വിട്ടതിൽ കുറേ എണ്ണമുണ്ട്. ഷൂ നക്കാൻ വേണ്ടി മാത്രം ഇറങ്ങി തിരിച്ച കുറേ എണ്ണം. അതൊക്കെ എവിടെയാണെന്നുള്ളൊരു ചോദ്യം ഇവിടെ ഏറ്റവും പ്രസക്തമാണ്. അപ്പോൾ ഇത്തരത്തിൽ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ, അവിടെ ശബ്ദമുയർത്തിയില്ലായിരുന്നെങ്കിൽ, ഈ നെയിം പ്ലേറ്റ് ഇല്ലാത്ത പോലീസാണെന്ന് പറഞ്ഞുകൊണ്ട് വന്ന കാവിപ്പടധാരികൾ ആ പെൺകുട്ടിയെ കൊണ്ടുപോയി നാളെ ആ പെൺകുട്ടി ഏതെങ്കിലും റെയിൽവേ ട്രാക്കിൽ മരണപ്പെട്ട് കിടക്കുന്നു എന്നൊരു വാർത്ത വന്നിരുന്നെങ്കിൽ ആരതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തേനെ? 2020 പിടിക്കാൻ കഴിവില്ലാത്ത ഒരു ഭരണകൂടം ഇന്ന് ഈ ജന്തർ മന്ദിറിൽ പ്രൊട്ടസ്റ്റ് നടത്തിയ വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യവുമായിട്ട് ഈ പെൺകുട്ടി ഉണ്ടായിരുന്നു എന്നറിഞ്ഞപ്പോൾ വലിയ ആണത്തവും ത്വരയും ഉണ്ടായിരിക്കുകയാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിലടയ്ക്കാൻ. പക്ഷേ അത് ഏറ്റില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം.
കാരണം ഷായുടെ പോലീസ് വന്ന് നാണം കെട്ട് തൊലി ഉരിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നൊരു കാഴ്ച നിങ്ങൾ കാണുന്നത്. ഞാൻ എന്തുകൊണ്ട് ഇന്നലെ ഈ വീഡിയോ കാണിച്ച് ഇന്നും കാണിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒരുപാട് സംഭവ വികാസങ്ങൾ ഇതിനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വിഷയത്തിൽ മാത്തു സജി എന്ന് പറയുന്ന ജേർണലിസം എന്താണെന്ന് അറിയാവുന്ന ആരുടെ ഷൂ നക്കി വെള്ളം കുടിക്കാത്തൊരു ജേർണലിസ്റ്റ്, അദ്ദേഹം അല്ലെങ്കിൽ മാത്തു സജി എന്ന് പറയുന്ന പെൺപുലി പ്രതികരിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, ഒന്ന് കണ്ടു നോക്കിയോ. ഐഷിഘോഷിനെ അങ്ങനെ ദില്ലി പോലീസിന് രാത്രി കാണിച്ച് പേടിപ്പിക്കാനൊന്നും കഴിയില്ല. 2020 നമുക്ക് ഓർമ്മയുണ്ട്, ജെഎൻയുവിലേക്ക് അതിക്രമിച്ചു കയറിയ അക്രമികൾ അവർ ഇരുമ്പ് ഉലക്ക വെച്ചാണ്, ഇരുമ്പ് ദണ്ട് വെച്ചാണ് ഐഷിഘോഷിനെ തലയടിച്ച് പൊട്ടിച്ചത്. അന്ന് അവർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായിരുന്നു. ആ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കിടന്നതിന് ശേഷം വരെ വളഞ്ഞിട്ട് തല്ലുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ്? ഐഷിഘോഷ് ആയതുകൊണ്ടാണ്. 13 വർഷക്കാലത്തിന് ശേഷം ഇടതിന്റെ മുഖമായ പെൺകുട്ടിയാണ് ജെഎൻയുവിൽ. അപ്പോ അങ്ങനെ വളഞ്ഞിട്ട് തല്ലിയ ഐഷിഘോഷ് ആ പരിക്ക് പൂർണ്ണമായി മാറുന്നതിന് മുമ്പ് ആ സമരമുഖത്തേക്ക് വരാനുള്ള ആർജവമുള്ള, ഇച്ഛാശക്തിയുള്ള, രാഷ്ട്രീയ ബോധ്യമുള്ള പെൺകുട്ടിയാണ്. അന്ന് ഒരു മാധ്യമപ്രവർത്തകൻ പോയി ഐഷിഘോഷോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ വീട്ടുകാർക്ക് പേടിയില്ലേ? നിങ്ങൾ ഇങ്ങനെ ഈ പരിക്കേറ്റ് കിടക്കുന്നത് കാണുമ്പോൾ വീട്ടുകാർ പറയില്ലേ ഇനി സമരത്തേക്ക് പോകണ്ടെന്ന് ചോദിക്കുമ്പോൾ എന്റെ അമ്മ എന്നോട് പറഞ്ഞത്, എന്നെ ആളുമാറിയാണ് തല്ലിയതെങ്കിൽ അവർക്ക് സങ്കടം ഉണ്ടാകുമായിരുന്നു എന്നാണ്. പക്ഷെ അവർ നിന്നെ ഭയക്കുന്നത് കൊണ്ടാണ്, നിന്റെ മുഖം തിരിച്ചറിയുന്നത് കൊണ്ടാണ് അവർ നിന്നെ തല്ലിയത്. എനിക്കതിൽ നീ മകളായി ജനിച്ചതിൽ അഭിമാനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ അഭിമാന ബോധം പിന്നീട് 5 വർഷക്കാലം കഴിയുമ്പോൾ തരുമ്പും ആ പെൺകുട്ടിക്ക് കുറവുണ്ടാവില്ല. അതുകൊണ്ട് ദില്ലി പോലീസ് ലാത്തി കാണിച്ച് പേടിപ്പിക്കാം എന്ന് വിചാരിക്കേണ്ടതുമില്ല എന്ന് തോന്നുന്നു. ഐഷിഘോഷിനെ അങ്ങനെ ദില്ലി പോലീസ് കണ്ടില്ലേ? RSSന്റെ വേട്ടപ്പട്ടികളല്ല അടിമകൾ ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ച് തല പൊട്ടിച്ചിട്ടും ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് ആ സമരമുഖത്തേക്ക് വീണ്ടും വന്ന പോരാട്ട വീര്യമായിരുന്നു ഐഷിഘോഷ് എന്ന് പറയുന്ന ഒരു നേതാവിനുണ്ടായിരുന്നത്. അങ്ങനെ ഉണ്ടായിരുന്നൊരു നേതാവിനെ കാവിപ്പടയെ ഉപയോഗിച്ച് കൊണ്ട് വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഡൽഹി പോലീസെ അത് രണ്ടായിട്ട് മടക്കി കുത്തി നിന്റെയൊക്കെ മടിക്കുത്തിന് താഴെ വെച്ചിട്ട് അമിത്ഷായുടെയും അതേപോലെ മോദിയുടെയും ഒക്കെ വീട്ടിൽ പോയി വല്ല വീട്ടുപണിയും ചെയ്യണം, അല്ല ദാസപ്പണിയും ചെയ്യണം. അല്ലാതെ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ പിള്ളേരെ തൊടാന്ന് വിചാരിക്കരുതേ. SFI അല്ലെങ്കിൽ DYFI എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ ഇന്നലെയും പറഞ്ഞാണ്, ഞാൻ വീണ്ടും പറയുകയാണ്. അവരുടെ കൂട്ടത്തിൽ ഒരാൾക്കൊരു അബദ്ധം അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടായി എന്ന് കാണുന്നുണ്ടെങ്കിൽ അവരെ എന്ത് വില കൊടുത്തും ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത് SFI അല്ലെങ്കിൽ DYFI, അതുമല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ മറ്റ് പല സംഘടനകളുടെയും അവരുടെയും ഒക്കെ ഒരു പ്രത്യേകതയാണ്. മറ്റുള്ളവരിൽ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ പ്രത്യേകത. എന്ത് വില കൊടുത്തും, അതിന് മരണത്തിൻ്റെ മുൻപിൽ നിന്നാണെന്നുണ്ടെങ്കിൽ പോലും, സ്വന്തം ജീവിതം പണയം വെച്ചിട്ടാണെങ്കിൽ പോലും അവരവരെ ചേർത്ത് പിടിച്ചിരിക്കും. അത് കൊള്ളരുതായ്മ ചെയ്യുന്നവരെയാണെന്നല്ല ഞാൻ പറയുന്നത്. എന്തും ഏതും നാടിന് വേണ്ടി നല്ലതുണ്ടാവുന്ന രീതിയിൽ ചെയ്യുന്ന ആളുകളെ ചേർത്ത് പിടിക്കും. മോശം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്താനും ഈ പാർട്ടിക്ക് നന്നായിട്ട് അറിയാം. അപ്പം മാത്തു സജി എന്ന് പറയുന്ന ഒരു പെൺപുലി പറയുന്നൊരു കാര്യം കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ രോമാഞ്ചം ഉണ്ടാവുകയാണ് അല്ലേ. മകളെ, നിന്നെ ആൾ മാറിയാണ് അവർ അടിച്ചതെങ്കിൽ എനിക്ക് വിഷമമുണ്ടാകും. നിന്നെ അവർ ഭയക്കുന്നു, ആ ഭയം കൊണ്ടാണ് നിന്നെ അടിച്ചതെങ്കിൽ ഈ അമ്മയ്ക്ക് നിന്നെ ഓർത്ത് ബഹുമാനം മാത്രമേ ഉള്ളൂ എന്നാണ് അന്ന് ഐഷിഘോഷ് ഒരു മാധ്യമ പ്രവർത്തകന്റെ അടുത്ത് പറഞ്ഞത്. ഏത് അടിമകൾ വന്നാലും, എന്ത് തന്തയ്ക്ക് പിറക്കാഴിയെ കാണിക്കാൻ ശ്രമിച്ചാലും എൻ്റെ വാക്കുകൾ ഈ ദേശത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള നിശ്ചയദാർഢ്യമുള്ള ആ ഒരു പെൺപുലി തന്നെയായിരുന്നു ഐഷിഘോഷ് എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ ഒരു കാര്യത്തിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള മുൻ മുഖ്യമന്ത്രിയുമായിട്ടുള്ള പിണറായി വിജയൻ സഖാവ് അടക്കമുള്ള ഒരുപാട് ആളുകൾ ഒരു ഐക്യദാർഢ്യവുമായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ റിപ്പോർട്ട് ചാനൽ പങ്കുവച്ചിരിക്കുന്ന വേറൊരു വീഡിയോ കൂടിയുണ്ട്, അവിടെ നിന്ന് കാണിച്ചു തരാം. ദില്ലി പോലീസ് ചെയ്ത നടപടിയെ സംശയിക്കാത്തവർക്കായി ഇതാ ചില ചിത്രങ്ങൾ ഞങ്ങൾ കാണിക്കാം. 2021 പ്രതിഷേധ സമരത്തിന് വാറണ്ടുമായി ഐഷിഘോഷ് വരുമ്പോൾ ഇതുവരെയും ഐഷിഘോഷ് ഒളിവിലായിരുന്നു. ഈ ദൃശ്യങ്ങൾ കാണും. ഈ ദൃശ്യങ്ങൾ ജന്തർ മന്ദറിൽ അഭിജിത് ദീപ്തിക്കൊപ്പം സമരത്തിലിരുന്ന ഐഷിഘോഷിന്റെ ദൃശ്യങ്ങളാണ്. കഴിഞ്ഞ 36 ദിവസം അവിടെ നടന്ന സമരത്തിൽ പ്രതിഷേധത്തിന് മുൻനിരയിൽ ഐഷിഘോഷ് ഇരുന്നപ്പോഴൊന്നും ദില്ലി പോലീസിന് 5 വർഷം മുമ്പുള്ള വാറണ്ട് പൊക്കിപ്പിടിച്ച് വരാഞ്ഞത് എന്തുകൊണ്ടായിരിക്കും? അന്നൊന്നും പോലീസ് അറിഞ്ഞില്ലേ ആ പഴയ കേസ് എന്നതാണ് ചോദ്യം. ഒന്നല്ല, 1 ഡസനിലധികം ചിത്രങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ കയ്യിലുണ്ട്. ഐഷിഘോഷ് ഒളിവിലായിരുന്നില്ല, ഐഷിഘോഷ് ആരെയും ഭയന്ന് പോയിരുന്നില്ല, ഐഷിഘോഷ് ജന്തർ മന്ദറിൽ ഉണ്ടായിരുന്നു. ഈ പോലീസുകാരുടെ മുന്നിൽ ധൈര്യപൂർവ്വം തലയുയർത്തി സമരത്തെ നേതൃത്വം നൽകിയുണ്ടായിരുന്നു. അപ്പോഴൊന്നും പോലീസിന് വരേണ്ടിയിരുന്നില്ല. പോലീസ് വന്നത് സമരം പിൻവലിച്ചു കഴിഞ്ഞപ്പോൾ വേട്ടക്കിറങ്ങിയതല്ലേ എന്നതാണ് ചോദ്യം. കണ്ടില്ലേ, സമരം വിജയിച്ചു കഴിഞ്ഞപ്പോൾ വേട്ടക്കിറങ്ങിയിരിക്കുന്ന വേട്ടക്കാരായിട്ട് മാറുകയായിരുന്നു, അല്ലെങ്കിൽ വേട്ടപ്പട്ടികളായിട്ട് മാറുകയായിരുന്നു ഡൽഹി പോലീസ്. ഡൽഹി പോലീസാണെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ പോയി യൂണിഫോം ഇട്ടിട്ട് വരൂ എന്ന് ജോൺ ബ്രിട്ടാസ് പറഞ്ഞപ്പോൾ ആ യൂണിഫോം ഇട്ടുകൊണ്ട് വന്ന് അറസ്റ്റ് ചെയ്യേണ്ട ഒരു ത്വര അവർ കാണിച്ചേനെ.
ഇതെല്ലാം രാത്രിയിലല്ല, രാവിലെ തന്നെയാണ് നടന്നത് ഇന്നലെ കേട്ടോ. പക്ഷേ അവർ വന്നില്ല, അവർ അറസ്റ്റ് ചെയ്യണമെന്ന് അവർ വിചാരിച്ചില്ല. കാരണം ഇടാൻ യൂണിഫോം ഉണ്ടാവില്ല, അതല്ലെങ്കിൽ ഇടാനായിട്ട് നെയിം ബാഡ്ജ് ഉണ്ടാവില്ല. ഇതൊന്നുമില്ലാത്ത എവിടെ നിന്നോ ഇറക്കുമതി ചെയ്ത കുറച്ച് സാമാനങ്ങൾ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്നതല്ലേ, ഏറ്റില്ല. അപ്പോൾ ഇതിൽ ഞാൻ കണ്ടൊരു വേറെ പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റിൽ പറയുന്നത് വിദ്യാർത്ഥി പ്രതിഷേധത്തെ വേട്ടയാടിയതിന് സുപ്രീം കോടതി നോട്ടീസ് അയച്ച സംസ്ഥാനങ്ങൾ: ഒന്ന് UP, അത് BJP ആണ് അവിടെയുള്ളത്, മഹാരാഷ്ട്ര BJP ആണുള്ളത്, ബീഹാറിൽ BJP ആണുള്ളത്, ബംഗാളിൽ BJP, അസം BJP, മധ്യപ്രദേശ് BJP, ഡൽഹി BJP, കേരളം കോൺഗ്രസ്. പക്ഷേ പേരിൽ മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. കേരളം ഭരിക്കുന്നതും കോൺഗ്രസ് BJP ലയിക്കപ്പെട്ട അങ്ങനെയുള്ളൊരു പാർട്ടിയാണ്. അങ്ങനെയുള്ളിടത്ത് ഇതല്ല, ഇതിൻ്റെ അപ്പുറവും നടക്കും. ഇതിൽ കേന്ദ്രത്തിനെതിരായി വിദ്യാർത്ഥി യുവജന സമരത്തിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും കേരളത്തിലും കേസുകൾ എടുക്കുന്നു. ഇതുടൻ പിൻവലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റും രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ ഈ ഒരു പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിൽ പ്രതികരണവുമായിട്ട് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും വന്നു. അപ്പോൾ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്നൊരു മനുഷ്യൻ പറയുന്ന കുറച്ച് വാക്കുകൾ ഞാൻ കാണിച്ചു തരാം. സൺസദ് TV ഞാനവിടെ ചൂണ്ടിക്കാണിച്ചു, പ്രതിപക്ഷത്തു നിന്ന് ആരെങ്കിലും സർക്കാരിന് അസുഖകരമായ ഒരു കാര്യം സംസാരിക്കാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒന്ന് മൈക്ക് ആദ്യം തരില്ല, രണ്ട് മൈക്ക് തന്നാൽ പോലും ക്യാമറ തരില്ല. അതായത് ഇത് ജനങ്ങൾ കാണാൻ പാടില്ല. അപ്പോൾ ഇവരുടെ ക്യാമറ എപ്പോഴും ഒന്നുകിൽ ഭരണപക്ഷത്തേക്ക് മാറ്റിവെക്കും, ഭരണപക്ഷത്തേക്ക് ഫോക്കസ് ചെയ്യും, അതല്ലെങ്കിൽ രാജ്യസഭാ അധ്യക്ഷനെ ഫോക്കസ് ചെയ്യും. അപ്പോൾ അത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനത് കാണുന്നില്ല. പക്ഷെ പിന്നിൽ ഇരുന്ന മെമ്പർമാരെ പ്രതിപക്ഷങ്ങൾ പറഞ്ഞു അത് ചൂണ്ടിക്കാണിക്കണം. എന്താ പറഞ്ഞാൽ ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, ഇത് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഈ BJP ആരംഭിച്ചിരിക്കുന്ന ഒരു പരിപാടിയാണ്. കണ്ടില്ലേ, BJPക്ക് ഭയങ്കര പേടിയാണെന്നേ, എല്ലാ കാര്യങ്ങളും പേടിയാണ്. ആ പേടി ഒന്നുകൊണ്ട് തന്നെയാണ് ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്നൊരു മനുഷ്യൻ നെഞ്ചും വിരിച്ച് ചോദ്യം ചെയ്തപ്പോൾ അവിടുന്ന് ഓടി തള്ളാനായിട്ട് കാണിച്ചതും അതേ പേടിയുള്ളത് കൊണ്ടാണ്. ധൈര്യമുണ്ടെങ്കിൽ, ആണത്തമുണ്ടെങ്കിൽ നീയൊക്കെ ഒന്ന് നേരായ വഴിയിൽ കൂടി അവരെ ഒന്ന് അറസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പക്ഷേ അതിനി നടക്കത്തില്ല. ഇനി ഷായുടെയോ അല്ലെങ്കിൽ മറ്റുള്ള ടീംസിൻ്റെ പരിപാടികൾ നടക്കില്ല. കാരണം ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഉടൻ അറസ്റ്റ് ചെയ്യാനുള്ള ഡൽഹി പോലീസിൻ്റെ നീക്കത്തിന് തിരിച്ചടി. അറസ്റ്റ് വാറണ്ട് റദ്ദാക്കി കോടതി. ഡൽഹി പോലീസിൻ്റെ നീക്കത്തിന് തിരിച്ചടിയായിട്ട് അറസ്റ്റ് വാറണ്ട് റദ്ദാക്കിയിരിക്കുകയാണ് കോടതി എന്ന് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് വന്നിരിക്കുകയാണ്. ഇനി ഉടനെ അങ്ങ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അങ്ങ് തുറുങ്കിലടച്ചേക്കാം, അല്ലെങ്കിൽ അങ്ങ് കാലിൽ ആണി അടിച്ച് കയറ്റി അങ്ങ് തീർപ്പാക്കിയേക്കാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും വ്യാമോഹം മാത്രമായിരിക്കും. പിണറായി വിജയൻ സഖാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ കനൽ ഒരു തരി മതി, അതിലൊരുപാടൊന്നും വേണ്ട. ഒന്നുണ്ടെങ്കിൽ അത് മാത്രം മതി ഒരു പ്രദേശം മുഴുവനും തീയിൽ ആഴ്ന്നു കളയാൻ, അല്ലെങ്കിൽ തീയിട്ട് നശിപ്പിക്കാനായിട്ട്. ഈ വർഗീയവാദികളുടെ, ഈ മതവാദികളുടെ, ഈ തീവ്രവാദികളുടെ, ഈ രാജ്യദ്രോഹികളുടെ ഇമാതിരി തോന്നിവാസങ്ങൾക്ക് പ്രതികരിക്കാൻ ഇടതുപക്ഷമല്ലാതെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അല്ലാതെ മറ്റാരും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങൾക്കിപ്പോൾ ബോധ്യമായി കാണും. ഈ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങളുടെയും അല്ലെ വലതുപക്ഷ അനുഭാവികളുടെയും ഒക്കെ ശബ്ദം ഉയരാത്തതിൻ്റെ പ്രധാന കാരണവും ഇതുതന്നെയാണ്. മോദിവാദികളായതുകൊണ്ടാണ്, അല്ലെങ്കിൽ മോദി വിശ്വാസികളായതുകൊണ്ടാണ്, അല്ലെങ്കിൽ മോദി ഭക്തരായതുകൊണ്ടാണ്. എന്തായാലും ഈ രീതിയിൽ കമ്മ്യൂണിസം ഇവിടെ ഉള്ളതുകൊണ്ട്, ഈ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഉള്ളതുകൊണ്ട്, ഇടതുപക്ഷം ഇവിടെ ഉള്ളതുകൊണ്ട്, ഇടതുപക്ഷത്തിന് പല എംപിമാരുള്ളതുകൊണ്ട് നമുക്കാർക്കും പേടിക്കാതെ ജീവിക്കാം എന്നുള്ളതും തെളിയിച്ച് കാണിക്കുന്നൊരു കാഴ്ച തന്നെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.